Hello, welcome to Leeds Academy Smart Plus app. Today we are going to start our first lesson. 9th first lesson ആയ ഹാഫ് എ ഡേ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് എഴുതിയ ആളുടെ പേരെന്താണ്? ഇസ് റിട്ടൺ ബൈ നഗ്യൂഫ് മഹ്ഫൂസ്. നഗ്യൂഫ് മഹ്ഫൂസ് ആണ് ഇത് എഴുതിയത്. ഓക്കെ, ആരായിരുന്നു നഗ്യൂഫ് മഹ്ഫൂസ് എന്നറിയാമോ? അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ റൈറ്റർ ആയിരുന്നു. ഹീ ഈസ് ദ ഓൺലി അറബ് റൈറ്റ് ഹു വോൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ അറബ് റൈറ്റർമാരിൽ ഒരാൾക്ക് മാത്രമേ എന്ത് കിട്ടിയിട്ടുള്ളൂ? നോബൽ പ്രൈസ്. അദ്ദേഹമാണ് നമ്മുടെ നഗ്യൂഫ് മഹ്ഫൂസ്. നമുക്ക് യൂണിറ്റിലേക്ക് പോയാലോ, ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ, സ്റ്റാർട്ട് ദ ലെസൺ. ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. നിങ്ങൾ സ്കൂളിൽ ആദ്യമായി പോയ ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലേ? കരഞ്ഞും അല്ലെങ്കിൽ ചിലപ്പോൾ ചിരിച്ചിട്ടായിരിക്കും പോയിരിക്കുന്നത്. ചിലർ കരഞ്ഞും ബഹളം വെച്ചൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. സ്കൂളിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാശി പിടിച്ചായിരിക്കും സ്കൂളിലേക്ക് പോയിരിക്കുന്നത്. ഇതിലെ കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ആദ്യത്തെ പോർഷനിൽ തന്നെ കുട്ടീനെ നല്ല അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കൊരു തോന്നലുണ്ട്, എന്താണ് ഇന്ന് എന്തിനാണ് ഇങ്ങനെ റെഡിയാക്കുന്നത്? ഇന്നൊരു നല്ല ഫങ്ഷനുള്ളൊരു ദിവസമോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്താണ്, അച്ഛനും അമ്മയും കൂടി എന്നെ റെഡിയാക്കുന്നുണ്ട്, എന്തോ പണി വരാനുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി ചിന്തിക്കുമ്പോൾ അവരവിടെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്താണ്? ആദ്യമായിട്ട് എന്നെ ഇന്ന് എന്ത് ചെയ്യാണ്? സ്കൂളിലേക്ക് കൊണ്ടേ വിടുകയാണ്. എന്തിനു വേണ്ടിയാണ്? പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷെ കുട്ടിക്ക് അതിനെക്കുറിച്ച് വലിയ നോളജൊന്നുമില്ല. ആദ്യമായിട്ട് സ്കൂളിലേക്ക് അച്ഛൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛനോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചേ കുട്ടി? വൈ സ്കൂൾ? എന്തിനാ അച്ഛ എന്നെ സ്കൂളിലോട്ട് വിടുന്നതെന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ അച്ഛൻ എന്താ പറഞ്ഞേ? നിന്നെ നന്നാക്കാൻ വേണ്ടി, അതായത് ഒരു നല്ല വ്യക്തിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ സ്കൂളിലേക്ക് വിടുന്നത്. അല്ലാതെ നിനക്കൊരു പണിഷ്മെൻ്റ് ആയിട്ടോ നിനക്കൊരു പണി തരാനോ വേണ്ടിയല്ല സ്കൂളിലേക്ക് വിടുന്നതെന്ന് പറയുന്നു അല്ലേ. ആ പോകുന്ന വഴിക്ക് ഒത്തിരി പൂന്തോട്ടങ്ങളും പല പല കാഴ്ചകളും കണ്ടാണ് കുട്ടി സ്കൂളിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് പല കാഴ്ചകളും കണ്ട് കുട്ടി സ്കൂളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ കടന്നു ചെല്ലുമ്പോൾ അവൻ പല ആൾക്കാരെയും കാണുന്നുണ്ടെങ്കിൽ ഒരു പരിചയമുള്ള മുഖം പോലും കാണുന്നില്ല. അപ്പോൾ അച്ഛൻ ഇവരോട് ഒരു കള്ളത്തരം പറഞ്ഞു. എന്താ, ഞാൻ പുറത്ത് നിപ്പുണ്ട്, നീ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാന്ന് പറയുന്നുണ്ട്. പക്ഷേ അവന് മനസ്സിലായില്ല അച്ഛൻ പോയി എന്നുള്ളത് അറിയത്തില്ല. പിന്നെ അവൻ സ്കൂളിലെ അകത്തേക്ക് പയ്യെ നടന്ന് കയറി ചെല്ലുകയും അവിടെ കണ്ട കൂട്ടുകാരോടൊക്കെ അവന് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റിയ ആൾക്കാരോടൊക്കെ അത്യാവശ്യം എന്ത് ചെയ്തു? ഒന്ന് ജസ്റ്റ് ഫ്രണ്ട്സായി. പിന്നെ ടീച്ചേഴ്സിനെ കണ്ടു. ടീച്ചർമാരൊക്കെ വന്ന് എന്ത് ചെയ്യുന്നു? ഇവനോട് സംസാരിക്കുകയും ആ സ്കൂളിലെ എല്ലാ സ്ഥലങ്ങളും ആര് കാണുന്നു? നമ്മുടെ ഈ കുട്ടി കാണുകയാണ്. അവിടെ കളിക്കാൻ സ്ഥലമുണ്ട്, ചിത്രങ്ങൾ വരയ്ക്കാൻ സ്ഥലമുണ്ട്, പുസ്തകങ്ങൾ വായിക്കാൻ സ്ഥലമുണ്ട്. അങ്ങനെയുള്ള എല്ലാം കാണുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു? ആ സ്കൂളുമായിട്ട് വളരെയധികം അഡ്ജസ്റ്റബിൾ ആവുന്നു. അങ്ങനെ കുട്ടി സ്കൂളിലെ ആ ഒരു ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എന്ത് കാണുന്നില്ല? അച്ഛനെ കാണുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു അല്ലേ? എന്താണ്, അച്ഛൻ പണി കൊടുത്തിട്ട് വീട്ടിലോട്ട് പോയി. പക്ഷെ കുട്ടിക്ക് അത് മനസ്സിലായില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കുട്ടി എന്ത് ചെയ്യുന്നു? അച്ഛനെ അന്വേഷിച്ച് ഇനി ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് കുട്ടിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ എന്ത് ചെയ്യാം? അങ്ങ് പോയേക്കാന്നോർത്ത് ഏകദേശം വീടിൻ്റെ വഴികളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടിക്ക് മനസ്സിലായിരുന്നു തിരിച്ച് അങ്ങോട്ട് പോകാമെന്നോർത്ത് എന്ത് ചെയ്യുന്നു? തിരിച്ച് നടക്കുകയാണ്. പക്ഷേ ആ തിരിച്ച് നടക്കുന്ന സമയത്ത് എന്ത് കാണുന്നില്ല? അവൻ നേരത്തെ വന്നപ്പോൾ ഉള്ള ആ വഴികളല്ല ഇപ്പോൾ കാണുന്നത്. വഴികളുണ്ട്, പക്ഷേ അവിടെയുള്ള കാഴ്ചകളൊക്കെ മാറിയിരിക്കുന്നു. ഇവൻ വരുമ്പോൾ ഉള്ള പൂന്തോട്ടമൊക്കെ മാറിയിട്ട് ഇപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെയായി അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ പലതരം കാഴ്ചകളുമായിട്ട് അവൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകണം എൻ്റെ വീട്ടിലേക്കെന്ന് അവനറിയാം. അങ്ങനെ അവൻ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് ഒരു കുട്ടി വീണ്ടും അവൻ്റെ കയ്യിൽ വന്ന് പിടിക്കുകയാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ്. അപ്പോഴാണ് ആ യാഥാർത്ഥ്യത്തിലേക്ക് ആ കുട്ടി എത്തുന്നത്. എന്താണ്? കുട്ടിക്കാലം വിട്ട് ഇപ്പോൾ ആരായിരിക്കുന്നു? വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഒരു കാലഘട്ടം പിന്നിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ നഗ്യൂഫ് മഹ്ഫൂസ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, എളുപ്പമല്ലേ? നിങ്ങൾ സ്കൂളിൽ പോയ ആദ്യത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.